എൻ്റെ സഹോദരങ്ങളെ, മനുഷ്യരുടെ കരങ്ങളൊക്കെ തളരുന്ന സമയം വരും. നമ്മളെ സഹായിക്കുമെന്ന് ചിന്തിച്ചവരോ സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞവരൊക്കെ അവർക്ക് സഹായിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ദൂത് അതാണ്. ആരുടെയൊക്കെ കൈകൾ തളർന്നു പോയാലും ബലഹീനപ്പെട്ടു പോയാലും നിങ്ങളെ സഹായിക്കുവാൻ നീട്ടിയ ഭുജമുണ്ട്, തളരാത്ത ശക്തിയുള്ള കരമുണ്ട്. അത് ദൈവത്തിൻ്റെ കരമാണ്. അത് നിങ്ങൾ അനുഭവിച്ചറിയാൻ പോകുകയാണ്. ഈ ശനിയാഴ്ച ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ബലമുള്ള കരം നിങ്ങളെ താങ്ങുവാനും നിങ്ങളെ തലോടുവാനും നിങ്ങളെ നടത്തുവാനും ശക്തമായ കരം നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോണേ. അതിന് അവൻ, യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് തന്ന് നിന്നെ രക്ഷിക്കേണ്ടു? കളപ്പുരയിൽ നിന്നോ മുന്തിരിച്ചക്കിൽ നിന്നോ എന്ന് ചോദിച്ചു. യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് നിന്നെ രക്ഷിക്കേണ്ടു? ഇതൊരു നിസ്സഹായനായ സാധാരണക്കാരായ മനുഷ്യൻ പറയുന്നതല്ല. ഇസ്രായേലിന്റെ രാജാവായ ആഹാബിന്റെ മകനായ യഹോരാം പറയുന്ന വാക്കാണ്. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, സിറിയൻ രാജാവായ ബെൻഹദദ് ഇസ്രായേലിന്റെ ക്യാപിറ്റലായിരുന്ന, വടക്കൻ രാജ്യമായ ഇസ്രായേലിന്റെ ക്യാപിറ്റലായിരുന്ന ശമരിയെ നിരോധിച്ചു. അതിനെ ജനങ്ങൾ വെളിയിലിറങ്ങാൻ കഴിയാതെ കൃഷിസ്ഥലത്ത് പോകാനോ അവരുടെ കാർഷിക വിളകൾ കൊള്ളുവാനോ ധാന്യം കൈക്കൊള്ളുവാനൊന്നും കഴിയാതെ ശമരിയെ നിരോധിച്ചിരിക്കുന്ന സമയം പട്ടിണി കൊണ്ട് ജനം മരിക്കുകയാണ്. ആ സമയങ്ങൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അവിടെയുള്ള ജനങ്ങൾ ഭക്ഷണമൊന്നുമില്ല. അവിടെ ഒരു കഴുതത്തല, അതുപോലെ തന്നെ ചെറിയ ചെറിയ, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് പ്രാകാഷ്ടം എന്നാണ്, അത്തരം ഒരു സസ്യത്തിൻ്റെ തോടുള്ള ഒരു വിത്ത്, അങ്ങനെയുള്ള ആഹാരത്തിന് പോലും ഭയങ്കര വിലയായി മാറി. അപ്പോൾ ആ സമയത്ത് മനുഷ്യരെ വരെ, കുഞ്ഞുങ്ങളെ വരെ വിലയ്ക്ക് വാങ്ങുകയോ പുഴുങ്ങി തിന്നുകയോ ചെയ്യുന്ന സംഭവം വരെ ഉണ്ടായി. അപ്പോൾ ഒരു സ്ത്രീ യഹോരാം രാജാവിൻ്റെ ആ കൊട്ടാരത്തിൻ്റെ അടുക്കൽ വന്ന് പറയാം, രാജാവെ രക്ഷിക്കണമേ, എന്താ നിന്റെ പ്രശ്നം? എനിക്ക് എൻ്റെ മകനെ ഇന്നലെ ഞങ്ങൾ രണ്ടുപേര് പുഴുങ്ങി തിന്നു, നാളെ നിന്റെ മകനെ പുഴുങ്ങി തിന്നാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായപ്പോൾ അവളുടെ മകനെ തരാൻ സമ്മതിക്കുന്നില്ല. രാജാവ് രക്ഷിക്കണമേ. അപ്പൊ ചുരുക്കത്തിൽ അവിടെ വെച്ച് പറയുന്ന കാര്യം, രാജാവ് ചോദിക്കുകയാണ്, ഞാൻ എവിടെ നിന്ന് രക്ഷിക്കണം? ഈ വാർത്ത കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി ഏലീശയ്ക്കെതിരെയാണ് തിരിയുന്നത്. ദൈവത്തിന്റെ ദാസനായ ഏലീശായ്ക്കെതിരെ തിരിയുകയാണ്. ഹല്ലേലൂയ. അവന്റെ തല ഞാൻ കൊയ്യും. എന്നാ സംഭവിച്ചു നമുക്കറിയാം. പിറ്റേ ദിവസം ശമരിയുടെ പടിവാതിൽക്കൽ ഗോതമ്പും യവവും വളരെ ചെറിയ റേറ്റിന് വിൽക്കുവാൻ ദൈവം വഴി തുറന്നു. കാരണം രാജാവിൻ്റെ സൈന്യത്തെയും രാജാവിനെയും ദൈവം ഓടിച്ചു കളഞ്ഞു. അവരുടെ മുഴുവൻ സമ്പത്തും അവരുടെ മുഴുവൻ ധാന്യങ്ങളും ആ പടിപ്പുരക്കിൽ ഇട്ടിട്ടാണ് അവർ ഓടിയത്. കുഷ്ഠരോഗികൾ വന്ന് വിവരം കൊടുക്കുകയും പിറ്റേ ദിവസം കൊടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന് വഴികളുണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന് വഴിയുണ്ട്. ചിലർ ചോദിക്കത്തില്ലേ, ദൈവം അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ, നൂലെ കെട്ടിത്തരുവോ? നൂലെ കെട്ടിത്തരുവോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ദൈവത്തിന് സഹായിക്കാൻ നൂല് പോലും വേണ്ട. മനസ്സിലായോ? ദൈവത്തിന് സഹായിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന്റെ സഹായം ലോകത്തിൽ ആരുടെയും മനസ്സിൽ വരുന്ന ഐഡിയ പോലെ അല്ല. 20 ലക്ഷം ജനത്തിനു വേണ്ടി എവിടുന്ന് ആഹാരം, കൃഷിയില്ലാത്ത സ്ഥലമായ മരുഭൂമിക്കകത്ത് എവിടുന്ന് ആഹാരം കൊടുക്കും, എവിടുന്ന് വെള്ളം കൊടുക്കും, എവിടുന്ന് ഇറച്ചി കൊടുക്കും? ദൈവത്തിനൊക്കെ കഴിയുമോന്നായിരുന്നു സംശയം. പക്ഷേ അതിനപ്പുറം ചെയ്യുവാൻ ദൈവം ശക്തനല്ലേ? ദൈവമല്ലേ? ഇന്ന് വിശ്വസിച്ചോ? മനുഷ്യനൊക്കെ അവർക്ക് പരിമിതിയുള്ളവരാണ്. അത് രാജാവാണെങ്കിൽ പോലും, എത്ര വലിയവരാണെങ്കിലും പരിമിതിയുണ്ട്, സഹായിക്കാൻ കഴിയാത്ത അവസരം വരും. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ കരം ശക്തമാണ്. ഹല്ലേലൂയ. എലീശ പ്രവാചകൻ പ്രവചിച്ചു പറയുക, നാളെ ഈ നേരത്ത് 24 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുമെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പലരും തയ്യാറായില്ല. യഹോരാമിന്റെ അകമ്പടിദായകൻ പറഞ്ഞു, ദൈവം ആകാശത്ത് കിളിവാതിൽ തുറന്നാൽ പോലെ നടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എലീശ പറഞ്ഞ കാര്യം, നീ ഇത് കാണും, പക്ഷെ നീ അനുഭവിക്കുക. ഒടുവിൽ അത് സംഭവിച്ചു കേട്ടോ. അത് വലിയ സംഭവമായിരുന്നു. അപ്പൊ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. ചില പറഞ്ഞത് ദൈവത്തിന് പോലും കഴിയത്തിലാണ്, ദൈവത്തിന് പോലും എന്നെ വേണ്ടത്. നിങ്ങൾ ആ 3-ാം സങ്കീർത്തനം ഒന്ന് നോക്കിക്കോണേ. 3-ാം സങ്കീർത്തനത്തിൽ ദാവീദിനെ കുറിച്ച് പറയാണ്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നിങ്ങളെക്കുറിച്ചും പലരും പറയുമായിരിക്കും. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു.
കേട്ടോണം. അടുത്ത വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. അതാണ് എൻ്റെ ഉറപ്പ്. ഇനി അതിൽ 8ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് അറിയാമോ? രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. അപ്പൊ അവന് ദൈവത്തെങ്കിൽ രക്ഷയില്ലെന്ന് പറയാൻ, ദൈവം രക്ഷിക്കുമോ ഇല്ലോ എന്ന് പറയാൻ നിങ്ങളാരാ? ദൈവമല്ല രക്ഷിക്കുന്നത്, രക്ഷിക്കാൻ തീരുമാനിക്കുന്നത് ദൈവം. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. അതെ പ്രിയമുള്ളവരെ, മറ്റുള്ളവർ പറയാണ് ഞങ്ങളാരും സഹായിക്കുകയില്ല, ഇങ്ങനെ പോയാൽ ദൈവം എന്ന് പറഞ്ഞു പോയാൽ ദൈവം സഹായിച്ചോളും. ചിലർ പറയും ദൈവം പോലും നിന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാലും അതെ, രക്ഷ യഹോവയ്ക്കുള്ളതാണ്, അവൻ സഹായിക്കും. അവനെ അന്വേഷിക്കുന്നവർക്ക് ബാലസിംഹങ്ങൾ വരെ കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്നാണ് 34-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. അതെ, രക്ഷിക്കുന്നവൻ യഹോവയാകുന്നു. രാജാക്കന്മാർ പറയും ഞാൻ എവിടെ നിന്നെടുത്ത് രക്ഷിക്കണം? ചിലർ പറയത്തില്ലേ ഞാനിപ്പോൾ എണ്ണയെടുക്കാന് എൻ്റെ ഉത്തരവാദിത്വമാണോ ഇത്? നിങ്ങൾ അങ്ങനെ ചെയ്യും, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ചോദിക്കുക. ഇല്ല പ്രിയമുള്ളവരെ, ചോദിക്കേണ്ടടുത്ത് ചോദിച്ചാൽ മതി. രാജാക്കന്മാർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ഉത്തരവാദിത്വമുള്ളവർക്കോ ഗവൺമെന്റിനൊന്നും നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷെ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരുവനുണ്ട്. അത് ആർക്കും അളക്കാൻ പറ്റാത്ത രീതിയിൽ ഉന്നതമായ നിലവാരത്തിൽ തക്ക സമയത്ത് നമ്മളെ പോറ്റിപ്പുലർത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 14-ാം വാക്യം, യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എന്റെ പുകഴ്ചയല്ലോ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ദൈവം സൗഖ്യമാക്കിയാലേ ഞാൻ സൗഖ്യമാകുള്ളൂ. ദൈവം എന്നെ രക്ഷിച്ചെങ്കിലേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. അതെ, ദൈവം നിങ്ങളെ രക്ഷിക്കും. ആരൊക്കെ നിങ്ങളെ കൈവഴിഞ്ഞാലും ദൈവം നിങ്ങളെ കൈവഴിയേല. നിങ്ങളുടെ വിഷയത്തെ ദൈവം അവഗണിക്കുകയല്ല, ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടും. യിരെമ്യാ 17:13 എഴുതിയിരിക്കുന്നു, ഇസ്രായേലിന്റെ പ്രത്യാശ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും. അവർ ജീവനുള്ള വെള്ളത്തിന് ഉറവായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ. ദൈവത്തെ ഉപേക്ഷിച്ച് കളയുമ്പോൾ ദൈവം ഉപേക്ഷിക്കുകയാണ്. അവനെ അന്വേഷിക്കുന്നവരെ അവൻ വിടുവിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 39-ാം വാക്യം, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവേൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്നവൻ ആരുമില്ല. അതെ, ഈ ദൈവമാണ് രക്ഷിക്കുന്നവൻ, ഈ ദൈവമാണ് വിടുവിക്കുന്നവൻ. ദാര്യാവേശ് രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞ രാജാവ് ഒടുവിൽ രാജാവ് തന്നെ ഡിക്ലെയർ ചെയ്യുകയാണ്, അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 27-ാം വാക്യം. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. രക്ഷിക്കുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം. ഇന്ന് നിങ്ങൾ ഏത് പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിലും അത് ഒരു വിധത്തിൽ നിങ്ങൾക്ക് ഊരിപ്പോരാൻ പറ്റത്തില്ല. ആരൊക്കെ സഹായിച്ചാലും അത് കരകയറത്തില്ല. ചിലരൊക്കെ ഭയങ്കരമായ ബാധ്യതകളിൽ, കടഭാരങ്ങളിൽ മുങ്ങിപ്പോവുകയാണ്. ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് ചിന്തിക്കുക. ഇല്ല, നിങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരികയില്ല. ഒരു പുതിയ തുടക്കത്തിലേക്ക് ദൈവം നിങ്ങളെ തിരിക്കും. ആമേൻ പറഞ്ഞു. നിങ്ങളുടെ അവസാനം എന്ന് പറയുന്ന ഈ വിഷയത്തിൽ ദൈവം നിങ്ങൾക്കൊരു പുതിയ തുടക്കം തരും. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ദൈവത്തെ ഒന്ന് വിശ്വസിക്ക്. ദൈവം വഴികളെ തുറക്കും, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്തിന് എന്താ പറയുന്നത്, ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. 40-ാം സങ്കീർത്തനം 2-ാം വാക്യം, ഞാൻ കാത്തിരുന്ന് നിലവിളിച്ചപ്പോൾ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അതെ, പ്രാർത്ഥിച്ചു, ദൈവം വഴി തുറക്കും. ഈ ഡിസംബർ മാസത്തിൽ തീരുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. ഹല്ലേലൂയ. അവൻ രക്ഷിക്കും. മനുഷ്യൻ കൈവഴിയുന്ന സമയത്തും അവൻ കൈവഴിയില്ല, കൈവിടത്തില്ല. കർത്താവ് പറഞ്ഞില്ലേ, യേശു പറഞ്ഞില്ലേ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. പിതാവ് എനിക്ക് തരുന്നതൊക്കെ എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അവൻ കൈവിടുകയില്ല, അവൻ കൂടെയുണ്ട്. അവൻ നിങ്ങൾക്ക് മുൻപായി നിൽക്കുന്നു, മുൻപായി നടക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രിയ കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. അവിടുന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകളും വാഗ്ദത്തങ്ങളും ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഞങ്ങൾ അതുപോലെ സ്വീകരിക്കുകയാണ്. കർത്താവേ, മനുഷ്യൻ കൈ ഒഴിയുന്ന വിഷയത്തിൽ ഞങ്ങളുടെ ദൈവം കൈ നീട്ടി ഞങ്ങളെ സഹായിക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. നീട്ടിയ ഭുജം കൊണ്ട് ഈ മക്കളെ സഹായിക്കണം. അവരായിരിക്കുന്ന നിസ്സഹായ സാഹചര്യത്തിൽ ദൈവം കൈ നീട്ടി വിടുവിച്ച് നാശകരമായ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഒരു വലിയ സാക്ഷ്യമായി, അത്ഭുതകരമായി മാറ്റും. കർത്താവേ, മരണശക്തികൾ ഇവരെ വിട്ട് മാറിപ്പോകും. ഇവരെ കർത്താവ് കൊത്തി തിന്നാൻ നോക്കുന്ന കഴുകനെ പോലെ നിൽക്കുന്ന മരണശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇവരുടെ കുടുംബങ്ങൾ വിട്ട് മാറിപ്പോകട്ടെ. ദൈവികമായ വലിയ
കർത്താവെ ഒരു വിടുതൽ, കർത്താവെ അത്ഭുതകരമായ വിടുതൽ നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം തുറക്കും. കർത്താവെ ശമരിയുടെ പടിവാതിൽക്കൽ കർത്താവെ അത്ഭുതം ചെയ്തതുപോലെ നിന്റെ മക്കൾക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം നീ ചെയ്യണം. ഇന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ ദിവസം അത്ഭുതം കാണുന്ന ദിവസമാകട്ടെ. ഈ ദിവസങ്ങൾ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. God bless you. Have a powerful day.